ഹലോ ഫ്രണ്ട്സ്, ഇന്നേ എൻ്റെ പയർ ചെടിയിൽ നിന്ന് ഞാൻ പറിച്ചെടുത്ത പയറാണ് കേട്ടോ ഇത്. അപ്പോൾ ജൈവ സ്ലറി എങ്ങനെ ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്ന വീഡിയോ ആണെന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരുന്നു. ഞാൻ കുറച്ച് നാൾ ഞാൻ ഒഴിച്ചായിരുന്നു, അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇതിനൊരു 2 കപ്പ് എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് ഇങ്ങനെ ചേർപ്പിച്ചതിന് ശേഷം ഈ പയറിൻ്റെയൊക്കെ മൂട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ജൈവ സ്ലറി പോലുള്ള വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രയോജനങ്ങളുണ്ട്. കാരണം നല്ല നീളമുള്ള നല്ല പയർ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെറിയ രീതിയിൽ കൃഷി ചെയ്ത ആളാണ്. അപ്പം ഇങ്ങനെ ജൈവ സ്ലറി പോലുള്ള വളങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മതി. അല്ലാതെ നമുക്ക് ഒരുപാട് കാശ് കൊടുത്ത് വളമൊന്നും വാങ്ങിച്ചിടാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ലിക്വിഡായിട്ടുള്ള വളങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് നല്ല പ്രയോജനമുണ്ട്. ഞാൻ കുറച്ച് പയർ വിറ്റായിരുന്നു, 2-3 തവണയായിട്ട് കുറച്ച് വിറ്റായിരുന്നു. അതിന് ശേഷമുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പം ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അതേപോലെയൊക്കെ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നല്ലതാണ്. എൻ്റെ ഈ തക്കാളി ചെടിയിലൊക്കെ നല്ല പൂവും കായും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയുള്ള വളങ്ങളാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത്. നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് കവറുകളിലൊക്കെ നട്ടു നോക്കി ഇതേപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. സാധനങ്ങളെല്ലാം കവറിനകത്താണ് നടുന്നത് കണ്ടോ. വഴുതന തൈയും എല്ലാം. വഴുതനത്തയിലൊക്കെ നല്ല പൂവിട്ട് നിൽപ്പുണ്ട് കണ്ടോ. അങ്ങനെ ഇതേപോലുള്ള കൊച്ചു കവറിനകത്ത് നട്ട പയറുകളായതൊക്കെ കണ്ടോ. ഇഷ്ടം പോലെ പിടിക്കും. നിങ്ങൾ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.